വെൽക്കം ടു റോയൽ ബുള്ളറ്റ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ കഫേ റേസർ മോഡലായ കോണ്ടിനെൻ്റൽ GT 2014 മോഡലായ ഈ വണ്ടിക്ക് 535 cc ആണ്. ഇപ്പോൾ കോണ്ടിനെൻ്റൽ GT 650 cc മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വർക്കാണ്. ഹാൻഡിൽ ബാർ ആൻഡ് മിററും അതുപോലെ തന്നെ ഇതിൻ്റെ മഡ്ഗാർഡ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് കട്ട് ചെയ്ത് ഷോർട്ട് മഡ്ഗാർഡ് ആക്കുകയുമാണ് ഇന്ന് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. ഹാൻഡിൽ ബാർ എൻഡിൽ മിറർ ഫിറ്റ് ചെയ്യാനുള്ള ഇന്നർ ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നർ ത്രെഡ് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മഡ്ഗാർഡ് റെഡിയാക്കാം, അതിനുശേഷം നമുക്ക് മിറർ ഫിറ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോണ്ടിനെൻ്റൽ GTയുടെ മഡ്ഗാർഡ് 4 ബോൾട്ടിലാണ് നിൽക്കുന്നത്. 4 ബോൾട്ടും LNG ഉപയോഗിച്ച് റിമൂവ് ചെയ്യാനുള്ള ബോൾട്ടാണ്. ഈ ക്രാക്കുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മഡ്ഗാർഡ് നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷോർട്ട് മഡ്ഗാർഡായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മഡ്ഗാർഡ് വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഹാൻഡിൽ ബാർ ആൻഡ് മിറർ ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഹാൻഡിൽ ബാറിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഹാൻഡിൽ ബാർ എൻഡിൽ ഇന്നർ ത്രെഡ് വെൽഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വെൽഡിംഗ് വർക്കുണ്ട്. അത് നമ്മൾ ഹാൻഡിൽ ബാർ റിമൂവ് ചെയ്ത് ലേത്തിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇന്നർ ത്രെഡ് വെൽഡ് ചെയ്യാനുള്ളത്. ഈ ഒരു ബോൾട്ട് സൂട്ടാവുന്ന ഞെട്ടാണ് നമുക്ക് ഇതിനുള്ളിൽ വെൽഡ് ചെയ്യേണ്ടത്.
ഓക്കെ, നമ്മളെ വെൽഡിങ് വർക്കൊക്കെ കഴിഞ്ഞു. ഇതിനുള്ളിൽ ഇപ്പോൾ നമ്മളൊരു ഇന്നർ ത്രെഡ് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ ഫിറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബാർ ആൻഡ് മിറർ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറിൻ്റെ മിററും കൂടെ ഫിറ്റ് ചെയ്തു. ഇത് മിററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കാറിൻ്റെ മിറർ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും.